നീ എഴുതിയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? രോഗശാന്തി കൊടുക്കില്ലെന്ന്. നീ സുവിശേഷം പ്രസംഗിച്ചു, ഞാൻ രോഗശാന്തി കൊടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം കർത്താവിലുള്ള ആ കരുണയുടെ ഭാവത്തിന് മാറ്റവുമില്ല. അപ്പോൾ ഗവൺമെൻറ് അധികാരികൾ എന്ത് ചെയ്തു? അവർ കൺവെൻഷൻ ഗ്രൗണ്ടിൽ 500 പോലീസുകാരെ വിന്യസിപ്പിച്ചു. എന്തുണ്ടായി? അച്ഛൻ കരുണയെപ്പറ്റി പ്രസംഗം പറഞ്ഞു, സുവിശേഷം പ്രസംഗിച്ചു, എല്ലാവരും സുവിശേഷം കേട്ടു, പോലീസുകാരും സുവിശേഷം കേട്ടു. എല്ലാവർക്കും രോഗശാന്തി കിട്ടി, പോലീസുകാരും രോഗശാന്തി കിട്ടി. ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അത് പൂർത്തിയായി. അതാണ് കർത്താവിൻ്റെ കരുണയുടെ വാതിലെന്ന് പറയുക. സ്നേഹമുള്ളവരെ, നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരു കാര്യം നിങ്ങളോട് പറയാം സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ഒരു ദിവസം സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു ദിവസം അവൻ്റെ സ്നേഹമാകുന്ന ആ കവാടം നമുക്ക് വേണ്ടി തുറക്കും. പിന്നൊരിക്കലും ആ കവാടം അടയ്ക്കപ്പെടുകയില്ല. പിന്നൊരിക്കലും ആ കവാടം അടയ്ക്കപ്പെടുക. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ, നിൻ്റെ സ്നേഹത്തിനായി, നിൻ്റെ കൃപയ്ക്കായി, നിൻ്റെ അഭിഷേകത്തിനായി, നിൻ്റെ കരുണയ്ക്കായി, നിൻ്റെ സാന്നിധ്യത്തിനായി വന്നിരിക്കുന്ന ഈ മക്കളെ കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ മക്കളെയും ഇവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും കർത്താവേ, മരിച്ചുപോയ പൂർവികരെയും ഇവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും തലമുറകളെയും അങ്ങയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് കർത്താവേ, ഇവരെ നീ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രശ്നങ്ങൾക്ക്, ഇവരുടെ ദുഃഖങ്ങൾക്ക് നീ പരിഹാരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് മാത്രമാണ് പരിഹാരം, അങ്ങ് മാത്രമാണ് ഉത്തരം, അങ്ങ് മാത്രമാണ് ദൈവം, അങ്ങ് മാത്രമാണ് രക്ഷകൻ, അങ്ങ് മാത്രമാണ് പരിപാലകൻ, അങ്ങ് മതിയായവനാണ്, അങ്ങ് കരുതലാണ്, അങ്ങ് വിടുതലാണ്, അങ്ങ് രക്ഷയാണ്, കർത്താവേ സൗഖ്യമാണ്. യേശുവേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ ഈ മക്കൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിന ജീവിതത്തിൽ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവരെ നീ ആശ്രദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. കുടുംബാംഗങ്ങളുടെ ദുസ്വഭാവങ്ങളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, ലൈംഗികാതിക്രമങ്ങളുടെ ആസക്തികളെ ഈ സമൂഹത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്ന് യേശുവേ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. കർത്താവേ, ഈ മക്കൾ അനുഭവിക്കുന്ന കടബാധ്യതകളിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഡൈവേഴ്സ് നോട്ടീസുകൾ, ജപ്തി നോട്ടീസുകൾ കർത്താവേ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ആരാധന ആരാധന. കലഹങ്ങളും അസമാധാനവും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, മക്കൾ ഇല്ലാത്ത കുടുംബങ്ങളിൽ യേശുനാമത്തിൽ മക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു കുഞ്ഞിനെ തലോലിക്കുമെന്ന കർത്താവിന്റെ വാക്കുകൾ കർത്താവേ മക്കളുടെ ദമ്പതികൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുഞ്ഞുങ്ങളുടെ പരീക്ഷയാണല്ലോ കർത്താവേ അടുത്ത് വരിക. കർത്താവേ, ഈ വർഷ പരീക്ഷയിൽ നിന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ബുദ്ധി നീ പ്രകാശിപ്പിക്കണമേ, അറിവ് നീ വർദ്ധിപ്പിക്കണമേ, ഓർമ്മയെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും അനുഭവിക്കുന്നു എപ്പോഴും എന്നേക്കും.